എനിക്ക് ശ്രീജിത്തിനോട് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഡയലോഗ് ഓൺ ദി സ്പോട്ടാന്ന് പറഞ്ഞല്ലോ, ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ മൂവിയിൽ എന്തായാലും. അപ്പൊ അതെങ്ങനെ ഓൺ ദി സ്പോട്ട് പറഞ്ഞു തരുമ്പോ നമ്മളതൊന്ന് ഓക്കെ എഴുതി വെക്കാനൊന്നും പറ്റില്ല, ഒരാൾ അപ്പൊ തന്നെ പറഞ്ഞു തരുമല്ലേ? അപ്പൊ അതെങ്ങനെ നമ്മളവിടേക്ക് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുമായിരിക്കും. അപ്പൊ തന്നെ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് എടാ ഇന്ന ഡയലോഗ് ഇങ്ങനെ പറയണോന്ന് പറയും. പറഞ്ഞു കഴിയുമ്പോ തന്നെ നമ്മളത് അതേ ടോണിൽ തന്നെ ആ ഡയലോഗ് അവിടെ പറയും. അങ്ങനെയാ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഓൺ ദി സ്പോട്ട് ആണെങ്കിലും ആ ഡയലോഗ് പറയണല്ലോ. അപ്പൊ ഈ എഴുതി വെക്കാത്തോണ്ട് തന്നെ നമുക്കൊരു ഇന്നതാണ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇല്ലല്ലോ. ഇതാണ് പറഞ്ഞുതരും. അപ്പൊ അഭിചേട്ടൻ ഇങ്ങനെ ഓരോ ഡയലോഗ് പറയുമ്പോ നമ്മളതനുസരിച്ച് പറഞ്ഞോളാം. ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആർട്ടിസ്റ്റുകളാണ് അവരാണ് അവരുള്ള ആർട്ടിസ്റ്റുകൾ ഒരാളെ ഫെയിലിയർ ആയി പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ? അപ്പൊ എല്ലാ ആർട്ടിസ്റ്റിന്റെ അടുത്ത് സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പെട്ടെന്ന് ഇതാണ് സിറ്റുവേഷൻ രണ്ടുപേരും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ചാൽ എല്ലാവരും ടാലന്റ് ഉള്ളവരാണ്. ഞാൻ മാത്രമല്ല, അതിൽ അഭിനയിച്ചാൽ എല്ലാവരും ടാലന്റ് ഉള്ളവരാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കും, പെട്ടെന്ന് ഓർത്തിരിക്കും ഇതാട്ട സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളുടെ മറ്റേ ഞാൻ കുറച്ച് CID ന്യൂസിൽ ചെറിയ കാടിറങ്ങിയ ആ സോങ്ങില്ല, ആ സോങ് അതില് ഈ ചേട്ടൻ ഉണ്ട് ഒരു ചെറിയ റോള്. അത് വേറെ ഒന്നല്ല, ഒരു കള്ളനെ ചേസ് ചെയ്യണ രംഗം. ചുമ്മാ ഒരു സോങ്ങിൽ എനിക്ക് ചുമ്മാ തോന്നി ഒരു 4 മിനിറ്റ് സോങ് എടുത്തിട്ട്, കോപ്പിറൈറ്റ് ആയിരിക്കട്ടെ യൂട്യൂബിലൊക്കെ, 4 മിനിറ്റ് സോങ് എടുത്ത് ഒരു കള്ളനെ പോലീസ് ചേസ് ചെയ്യണം. അതിനിടയ്ക്ക് കുറെ കാര്യങ്ങൾ നടക്കണം. അതിനിടയ്ക്ക് കള്ളന്റെ വണ്ടിയുടെ പെട്രോൾ തീർന്നു പോകണം. കള്ളനായിട്ട് ഞാൻ ഒറ്റ കൊടുക്കുന്ന ആളാ അതില്. കള്ളന്റെ വണ്ടിയുടെ പെട്രോൾ തീരണം. കള്ളന്റെ വണ്ടി പെട്രോൾ തീരുമ്പോ കള്ളൻ ഇങ്ങനെ നോക്കുമ്പോൾ ചേട്ടനെ സന്തോഷം അതിക്കൂടെ തന്നെ സന്തോഷം ഡ്രൈവിംഗ് ഓടിക്കുന്ന ആളാ. ഓടിക്കാൻ അറിയില്ല വണ്ടി, അത് ഓടിക്കാറില്ല. അത് ആ സീനല്ലേ. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി നേരെ ഒരു കുഴി കൊണ്ട് ചാടിക്കുകയാണ്. അവിടെ നിന്ന് കള്ളൻ പിന്നെ രക്ഷപ്പെട്ടു. അത് കള്ളൻ ഇങ്ങനെ ഓട്ടം തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിനിടയ്ക്ക് കള്ളന് സംഭവിക്കുന്ന കുറെ ഇൻസിഡന്റ് ആണ് ആ സംഭവം. ചെറുതായിട്ട് അത് നമ്മള് 1.5 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തെടുത്തു. ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു. ശരി, ഒരു ദിവസം. സാത്താൻ എന്ന് പറഞ്ഞപ്പോ കാടൻ കഴിഞ്ഞിട്ട് കാടൻ ഇറങ്ങാൻ പോണു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പടമാണ് സാത്താൻ. അത് 2 മണിക്കൂർ പടമാണ്. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ ഞാൻ ഇറക്കിയതാണ് ഓൾറെഡി. എന്റെ ഡേയ്സ് കുറവായിരുന്നു. 11 ഡേയ്സ് കഴിഞ്ഞ ഷൂട്ട് ചെയ്യും. 11 ഞാൻ പ്ലാനിങ് ആണ്. ക്യാമറ കൈ കിട്ടി കഴിഞ്ഞാൽ നമ്മള് ഷെഡ്യൂൾ ചെയ്യും. ഇത്ര മണി ടൈമാണ്, അതായത് 10 to 12 വരെ ഇത്ര സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അതിന് ഒരു 1/2 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കും. അപ്പൊ 1/2 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുമ്പോൾ അടുത്ത വീടുള്ളവർ അവരുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരും. അങ്ങനെ അടുത്തുള്ളവരെ, ദൂരമുള്ളവർക്ക് നമ്മൾ തന്നെ കൊടുക്കും, ഫുഡ് വാങ്ങി കൊടുക്കും. ദൂരെ ഷൂട്ടിങ് പോകുന്ന സമയത്ത് അങ്ങനെയാണ് ഫുള്ള് ചെയ്യണത്. 11 ദിവസം ഷൂട്ട് ചെയ്തു. പിന്നെ സാത്താന്റെ ഫസ്റ്റ് ലുക്ക് ഒക്കെ ഞങ്ങൾ ഓൾറെഡി നല്ല ഒഫീഷ്യലായിട്ട് റിലീസ് ഉണ്ടായിരുന്നു. ജിത്തു സാർ റിലീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൂടെ പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പൊ ആരെയും ഫിലിം സ്കൂളിൽ പോയിട്ടില്ല, അസിസ്റ്റന്റ് ആയിട്ട് ഒന്നും വർക്കും ചെയ്തിട്ടില്ല, ഈ ഒരു മൂവി എന്ന് പറയുന്ന ഒരു ഫീൽഡിലോട്ട് ഒരു ബന്ധമില്ലാണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ശരിക്കും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട് ആരുടെയും ഉണ്ടായിരുന്നു ഈ മൂവിയിലോട്ട് വരാനോ അല്ലെങ്കിൽ ഡയറക്ടർ ആവണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും ഒരു ഇൻസ്പിറേഷൻ? എനിക്ക് അഭിനയിക്കാൻ ഇൻസ്പിറേഷൻ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. അതാണ് മോഹൻലാലിന്റെ ഫാനാന്ന് പറഞ്ഞതല്ലേ? ഇൻസ്പിറേഷൻ മോഹൻലാലാണ് കംപ്ലീറ്റ് ആക്ടർ. എനിക്ക് അങ്ങേറെ ഇത് കണ്ടിട്ടാണ് നമുക്ക് അഭിനയിക്കണം എന്നൊരാഗ്രഹം. ഫാനൊക്കെ തന്നെയാണ്. പിന്നെ ഡയറക്ഷൻ എനിക്ക് അങ്ങനെ തോന്നിയത്, എനിക്ക് ആക്ഷനോട് ഭയങ്കര ജോഷി സാറ്, വൈശാഖ് സാറ്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ബേസ്ഡ് സാധനം കളിക്കുന്നത്. ആക്ഷൻസ് ഭയങ്കര ഇഷ്ടം. പണ്ടോട്ട് ഇടി ഉണ്ടാക്കാറുണ്ട്. എനിക്കൊരു ചേട്ടനായിട്ട് ഇടി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഇടി വന്ന ആക്ഷൻസിനോട് ഭയങ്കര താല്പര്യം. അങ്ങനെ പിന്നെ എല്ലാം പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ആര് വിചാരിച്ചാലും പഠിക്കാന്ന് വിചാരിച്ച സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്തു. അത്രയാണ് എന്റെ ഞാൻ പഠിച്ചത്. ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്തു. എങ്ങനെയാണ് ആക്ഷൻ? ഇപ്പൊ ഈ കാടെന്ന് വന്ന മൂവിയിലെ ആക്ഷൻ സീനൊക്കെ അല്ലേ? അതൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്ത്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇടി കിട്ടും, അങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യും. ആക്ഷൻ ചെയ്ത ആളെ പറഞ്ഞിട്ടാണ്. ആക്ഷൻ ചെയ്യണ സമയത്ത് എന്താ പറയാ, നമ്മള് ഓരോ സീൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചേട്ടന് കൊറേ ഇടിയൊക്കെ കിട്ടിയുണ്ട്. ഈ ഡയറക്ടർ പ്രിയദർശൻ ഭയങ്കര പൊട്ടത്തടി മെമ്മറിയാണ്. ജോൺ അബ്രഹാം ഡയറക്ടർ ഉണ്ടായിരുന്നു 98 അയാളെല്ലാം ഇതേപോലെ സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് ഞാൻ അങ്ങനത്തെ ഒരാളാണ്.